കണ്ണൂർ മഹാരാജ്യത്തെ പുതിയ അമരക്കാരനായി മഹാരാജാവായി കെ രാഗേഷിനെ അരിയിട്ട് വാഴിച്ചിരിക്കുകയാണ് നമ്മുടെ പിണറായി വലിയ കോയി തമ്പുരാൻ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കപ്പെടുന്നത്. അതെ, കെ രാഗേഷ് കണ്ണൂർ CPIM ജില്ലാ സെക്രട്ടറി. പറഞ്ഞു വരുമ്പോൾ MA ബേബി കെ രാഗേഷിൻ്റെ താഴെയായിട്ട് വരും. കാരണം CPIM ജനറൽ സെക്രട്ടറി എന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെക്കാളും ചെറിയ പദവിയായാണ് പൊതുവെ ഇപ്പോൾ CPM കണക്കാക്കുന്നത്. കണ്ണൂരാണല്ലോ പ്രധാനമായിട്ടുള്ള അവരുടെ ഫാക്ടറി. അക്രമ രാഷ്ട്രീയവും അതുപോലെ തന്നെ വ്യക്തിവിരോധവും തീർക്കാൻ ഗുണ്ടകളെ ഉൽപ്പാദിപ്പിക്കുന്ന CPIMൻ്റെ രാഷ്ട്രീയ ഫാക്ടറി പ്രവർത്തിക്കുന്നത് കണ്ണൂരിലാണ് എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. ഏതായാലും അതൊന്നുകൂടി ശക്തമാക്കാൻ വേണ്ടി കെ രാഗേഷിനെ ഇറക്കുന്നത് നല്ലത് തന്നെയാണ്. പിണറായി വിജയൻ്റെ മൂടുതാങ്ങിയായ കെ രാഗേഷ് എന്തുകൊണ്ടും ആ കുലീനമായ പദവിക്ക് അർഹനാണ് എന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുകയാണ്. കെ രാഗേഷ് നമുക്കറിയാം, അദ്ദേഹം എവിടെ നിന്നാലും തോറ്റുപോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് രാജ്യസഭാ അംഗമാക്കിയാണ് മാറ്റിയത്. ജോൺ ബ്രിട്ടാസിനെ പോലെ കോമാളിത്തരം മാത്രം പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി. ജോൺ ബ്രിട്ടാസ് അങ്ങനെയാണ്, പെട്ടെന്ന് കയറി ഷൈൻ ചെയ്യാൻ കുറേ ഡയലോഗൊക്കെ അടിച്ചു വിടുന്നുണ്ട്. ഏതായാലും മലയാളികൾ ഇതൊക്കെ കണ്ട് ധൃതംഗ പുളകിതരാകാൻ ചിലപ്പോൾ ശ്രമിക്കുമെന്നൊക്കെ നമുക്ക് കരുതാം. ഏതായാലും കെ രാഗേഷിൻ്റെ ഇനിയുള്ള ഇന്നിങ്സ് കണ്ണൂർ മഹാരാജ്യത്തെ ജില്ലാ സെക്രട്ടറിയായി ആയിരിക്കുമെന്ന് എല്ലാ CPIMൻ്റെ കോംറേഡ്സിനോടും അറിയിച്ചു കൊള്ളുന്നതായി പരക്കെയുണ്ട്. കെ രാഗേഷിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പിൻവാതിൽ വഴി നിയമനം നടത്താൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തിയപ്പോൾ കോൺഗ്രസ് അതിശക്തമായി എതിർത്തതിനെ CPIM ഇപ്പോഴും വളരെ വൈരാഗ്യ ബുദ്ധിയോടെ കാണുകയാണ്. കെ സുധാകരനോട് 2009 മത്സരിച്ച് 50,000 വോട്ടിന് തോറ്റതിന് ശേഷം നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒതുങ്ങിക്കൂടി പിണറായിയുടെ വലങ്കയായി നിന്നുകൊണ്ട് വലിയ തോതിലുള്ള ആധിപത്യം നേടിയെടുക്കാനായിരുന്നു പിന്നീട് രാഗേഷിൻ്റെ എളിയ ശ്രമം. ഏതായാലും അതൊക്കെ ഏറെക്കുറെ നടക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ബേബി സഖാവ് ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് പാർട്ടിയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നാണ് പിണറായി ഭക്തർ പൊതുവെ പറയുന്നത്. MA ബേബിക്ക് ഒരുപാട് പകയുണ്ട് പിണറായിയോട്. കാരണം പരനാറി പ്രയോഗം നടത്തി കൊല്ലത്ത് വാസ്തവത്തിൽ ബേബിയെ തോൽപ്പിക്കാനായിരുന്നു പിണറായിയുടെ പ്ലാൻ എന്നാണ് എല്ലാവരും പറയുന്നത്. പ്രേമേന്ദ്രനോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ച് ബേബിയെ കെട്ടിച്ചാലേ സ്വാഭാവികമായും തനിക്കൊരു ഭാവിയുള്ളൂ എന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയ സഖാവ് പിണറായി വിജയൻ മനസ്സിലിരുത്തി വെച്ച ഒരു കാര്യമായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് NK പ്രേമേന്ദ്രൻ പറയുന്നത് തനിക്ക് ബേബിയോട് ഒരു അവമതിപ്പുമില്ല. തനിക്ക് തൻ്റെ ക്യാബിനറ്റിലെ ഒരു സഹപ്രവർത്തകനായിരുന്ന കൊളീഗായിരുന്ന വ്യക്തിയായിരുന്നല്ലോ MA ബേബി. 2006-11 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന MA ബേബിയും ജലവകുപ്പ് മന്ത്രിയായിരുന്ന NK പ്രേമേന്ദ്രനും അങ്ങനെ ഈർഷ്യ വെച്ച് പുലർത്തേണ്ട കാര്യമൊന്നും ഇല്ല. ഏതായാലും പിണറായി വിജയൻ്റെ, അതായത് നമ്മുടെ പ്രിയപ്പെട്ട കാരണഭൂതൻ്റെ രാഷ്ട്രീയ നിഗമനങ്ങളെല്ലാം കുറേയേറെ ശരിയായി വരികയാണ്. പാവപ്പെട്ട നവീൻ ബാബുവിനെ വലിയ തോതിൽ ആക്ഷേപിക്കാനും അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണക്കാരിയായി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്ന ഈ ദിവ്യ അടക്കമുള്ളവർ CPIMൽ ഇങ്ങനെ അടറാടുമ്പോൾ കെ രാഗേഷ് എന്തുകൊണ്ടും ആ സ്ഥാനത്തിന് അർഹനാണ് എന്നുള്ളത് അറിയിച്ചു കൊള്ളുന്നു.